അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പം വീഡിയോ തുടങ്ങുമല്ലേ. ഫേസ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. എന്തായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നൈറ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളോട്ട് സംസാരിച്ച് അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ മുല്ലപ്പ് പൂത്ത് നിൽക്കുന്ന പോലെ അവിടെ പൂ പൂത്ത് നിൽക്കുന്നത്. അങ്ങനെ തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നു. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പൂത്ത് നിൽക്കുന്ന ചെടികൾ. നിങ്ങൾക്കറിയാലോ, ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെൻ്റലി ഡിസബിൾ ആയിട്ടവരുണ്ട്, അല്ലാതെ പ്രായമായിട്ടുള്ളവരുണ്ട്, പിന്നെ അതുമാത്രമല്ലാതെ എന്തെങ്കിലും രോഗം കാരണം വന്ന് കിടക്കുന്നവരുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കും, അയ്യോ ഈ ഇരുട്ട് മുറിക്കകത്ത്, അതായത് ഈ 4 ചുവരിൻ്റെ അകത്ത് ഇവരെങ്ങനെ താമസിക്കുന്നു. കാരണം വട്ടുപിടിക്കുകയല്ലേ. എനിക്കൊക്കെയാണ് വട്ടുപിടിക്കും കേട്ടോ. ഇനിയിപ്പം എനിക്കെങ്ങാനും പി ആറൊക്കെ കിട്ടി ഞാനെങ്ങാനും ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഭാവിയിൽ എൻ്റെ പിള്ളേർ ഇതുപോലെ എന്നെ വല്ല കെയർ ഹോമിലും കൊണ്ടുപോയാക്കും. അത് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. സ്വന്തം പേരൻസിനെ വീട്ടിൽ നോക്കുന്നവർ വളരെ ചുരുക്കം മാത്രമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള കെയർ ഹോം ഉള്ളത് കാരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളതും. പിന്നെ ഇപ്പോൾ ജനുവരി ഇൻടേക്കിൽ UK വന്നവരും ഈ കെയർ ഹോമിലൊക്കെയാണ് പാർട്ട് ടൈം തപ്പി നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. കാരണം നിങ്ങൾ ദേഷ്യം കൂടുതലുള്ളവരാണോ, സഹിക്കണം, കടിച്ചു പിടിച്ച് നിൽക്കണം. ക്ഷമയില്ലാത്തവരാണോ, ക്ഷമ പഠിച്ചേ പറ്റുള്ളൂ. ക്ഷമയില്ലാതെ കെയർ ഹോം നിൽക്കാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ചിരിക്കാൻ പഠിച്ചോണം. എവിടെ ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് റിപ്ലൈ പറഞ്ഞോണം, ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്തോണം. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ കടിച്ചു പിടിച്ച് നിൽക്കണം, എപ്പോഴും ക്ഷമിച്ച് നിൽക്കണം എന്നല്ല. ഇപ്പം നിങ്ങൾ നോക്കുന്ന അതായത് റെസിഡൻസ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ് നേഴ്സിന് അപ്പം തന്നെ റിപ്പോർട്ട് കൊടുക്കുക. പിന്നെ അതുമാത്രമല്ല, അവരുടെ സൈഡിന് എന്തെങ്കിലും അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുള്ള ഉപദ്രവം വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ഡിവൈസ് കാണും. അപ്പം അവരുടെ ഡീറ്റെയിൽസ് അടങ്ങിയത് അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് വിടുക. പറയാതിരിക്കരുത്, പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. പിന്നെ ചില സമയത്ത് ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടവും പിന്നെ ഒരു അയ്യഭാവമൊക്കെ തോന്നും കേട്ടോ. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന കെയർ ഹോമിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ സ്ഥിരം പോകുന്ന കെയർ ഹോമിലാണെങ്കിലും അവിടെ ഒരു റെസിഡൻസ് ഉണ്ട്. പുള്ളിക്കാരി ഈ ബോഡി ഷിവറിങ് ആണ്, എപ്പോഴും കൈയും കാലും ശരീരം മൊത്തം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ പുള്ളിക്കാരത്തി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. കാരണം വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ ആണെങ്കിലും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. രാത്രിയിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പം എപ്പോഴും പുള്ളിക്കാരത്തെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം സ്ഥിരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ക്ഷമിക്കണം, എനിക്കറിയാം ഉപദ്രവിക്കാമെന്നറിയാം, പക്ഷേ എന്നെക്കൊണ്ടാവത്തില്ല, അതുകൊണ്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് തന്നെ പറയും. അന്നേരം നമുക്ക് മനസ്സിലാക്കാം. കാരണം പുള്ളിക്കാരത്തി മെൻ്റലി ഡിപ്രസ്ഡ് അല്ല, ബോധമുള്ള ആളാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങനെ പറയുന്നത്. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ മുറി നിറച്ചും അതെ, ഇവിടുത്തെ കെയർ ഹോമുകളിൽ ഇവരുടെ ഫാമിലി ഫോട്ടോസും അവരുടെ മെമ്മറീസ് എല്ലാം അവരുടെ മുറികളിൽ ഒട്ടിച്ചുണ്ടായിരിക്കും. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ കാണിച്ചു തരുവാണ്, അതെൻ്റെ മകനാണ്, അതെൻ്റെ മകളാണ്, മറ്റേതെൻ്റെ അമ്മയാണ്. ഭയങ്കര കാര്യം കേട്ടോ, ഉപദ്രവമില്ല. പക്ഷേ പുള്ളിക്കാരത്തി നമ്മളോട് തന്നെ ഇങ്ങോട്ട് പറയും, കാരണം ഞാൻ തെരേരെ വിളിക്കുന്നതെന്ന് അറിയാം, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയും. കൊള്ളാമല്ലേ സാധനം കാണാൻ, അടിപൊളി. നിരന്ന് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. മുല്ലപ്പൂ പോലെ മണമൊന്നുമില്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. അവിടെ പച്ച കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പുറം കിടക്കുവാണെങ്കിൽ വലിയ പ്രശ്നം കാണില്ല. കണ്ടല്ലോ, റെഡായാൽ പിന്നെ നടക്കുകയില്ല. ഇവിടെ നമുക്ക് അമക്കേണ്ടി വരും. ചേട്ടാ, ഇന്നലെ ഞാൻ ഇതിൽ നൈറ്റ് വന്നപ്പോൾ ഇവിടെ നമ്മളിതുവരെ കാണാത്ത, അതായത് ഞാൻ ഇതുവരെ കാണാത്തൊരു വണ്ടി കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതും പോയി. ഇന്നലെ രാത്രി എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അവിടെ വെട്ടവും വെളിച്ചൊന്നും ഇല്ലാത്ത കാരണം എടുത്താൽ ശരിയായില്ല. അപ്പോൾ രാവിലെ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വണ്ടി പോയി. ഇതാണ് പറയുന്നത്, അപ്പോൾ ചെയ്യേണ്ട പരിപാടി അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലേ കഷ്ടം. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയത്, പിന്നെ ആദ്യമൊക്കെ കെയർ ഹോമിൽ കയറുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്, ചെറുതല്ല, ഒരുമാതിരി വലിയ ബുദ്ധിമുട്ട് കാണും. പിന്നീട് അതങ്ങ് ശീലമായിക്കോളും. 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അങ്ങ് ശീലമായിക്കോളും. പക്ഷേ ശീലമാകണമെങ്കിൽ പോലും അടുപ്പിച്ചടുപ്പിച്ച് ഷിഫ്റ്റ് എടുത്തോണം. അല്ലാതെ ആഴ്ചയിൽ 2 എടുത്ത് പിന്നെ അടുപ്പിച്ച് 2 എടുത്ത് അങ്ങനെ പോയേക്കരുത്. കിട്ടുന്ന ഷിഫ്റ്റൊക്കെ എടുത്ത് പോരുക. അതായത് 20 മണിക്കൂർ അയക്കുക. പിന്നെ പറയാനുള്ള കാര്യം, ഞാനിവിടെ വന്നു കഴിഞ്ഞ് 2 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അതുമാത്രമല്ല, എൻ്റെ കൂട്ടുകാരന്, അതായത് എൻ്റെ റൂംമേറ്റിന്, ഞാൻ അതിൻ്റെ മുമ്പുള്ള വീഡിയോസിൽ കണ്ട മനസ്സിലാവുമായിരിക്കുമല്ലോ, പറഞ്ഞിട്ടുണ്ട് ഞാൻ, അവന്മാർക്ക്
ഇപ്പോൾ ഒരുത്തന് ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് പാർട്ട് ടൈം കിട്ടിയത്. ഇതുവരെ പാർട്ട് ടൈം ഇല്ലായിരുന്നു, 4 മാസമായിട്ട് അവന് പാർട്ട് ടൈം ഇല്ലായിരുന്നു. UK പാർട്ട് ടൈം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ലക്കുണ്ടായി പെട്ടെന്ന് കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നത് കേട്ടോ, ഇവിടെ ഫുഡിനേക്കാളും ഏറ്റവും കൂടുതൽ എക്സ്പെൻസാണ് ട്രാവലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ട്രാവൽ എക്സ്പെൻസ് നോക്കിയാലും ഫുഡിൻ്റെ എക്സ്പെൻസ് നോക്കിയാലും എൻ്റെ കണക്കിന് ഏറ്റവും കൂടുതൽ പോകുന്നത് ട്രാവൽ എക്സ്പെൻസാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. മുമ്പിലൊരു സ്വിഫ്റ്റൊക്കെ കിടപ്പുണ്ടല്ലോ, അടിപൊളി, കൊള്ളാം. പിന്നെ ഈ കാണുന്ന വീടുകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാലോ. നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പേര് കമൻറ്റ് വരയ്ക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കോടികളാണ് സ്വന്തമായിട്ടൊരു വീട് മേടിക്കുന്നത് ഇവിടെ. മനസ്സിലായല്ലോ. അതുമാത്രമല്ല, ഇത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് പണിത ആ കാലത്തൊട്ടുള്ള കെട്ടിടങ്ങളാണ്. അതവർ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നതാണ്. പഴമ തോറും വില കൂടുന്ന സാധനം ഇവിടെ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓടിപ്പോയാൽ 10-15 വർഷം അത് പിടിച്ച് പിടിച്ച് വന്നിട്ട് വേറെ പണിയും. പിന്നെ ഇതിൻ്റെയൊക്കെ ഭിത്തി കണ്ടിട്ടുണ്ടോ? കാർബോർഡാണ്, അതായത് നമ്മുടെ ഫെറോസിമെൻറ്റ് ആ ടൈപ്പാണ്. ഒരു അടി അടിച്ച ഇടഭിത്തി പൊട്ടി അപ്പുറം ചെല്ലും. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എത്ര കാറാന്ന്, ചെറുത് തൊട്ട് വലുതുവരെ എല്ലാം ഉണ്ട്. UK പിന്നെ എനിക്ക് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം എത്ര കാലപ്പഴക്കമുള്ള കാറാണെങ്കിലും ഉപയോഗിക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിവിടെ വന്നത് കണ്ടത് പിന്നെ പണ്ട് കാലത്ത് അത് 87 തൊട്ടുള്ള വണ്ടി, അതിന് മുമ്പുള്ള വണ്ടികളുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ മുമ്പുള്ള വണ്ടികളുണ്ട്. കഴിഞ്ഞ എൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോട്ട് ഇട്ട് എൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം അത്രയും പഴക്കമുള്ള വണ്ടികൾ പോലും ഇവിടെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലായത്. ഇവിടെ അങ്ങനെ വണ്ടി ഭ്രാന്തന്മാരില്ലെന്ന് തോന്നുന്നു. അതായിരിക്കണം പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ അതെടുക്കാതെ പഴയതിലേക്ക് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, വിലക്കുറവ് കാരണമായിരിക്കും. കാരണം ഇവിടെ ബൈക്ക് എടുക്കുന്നതിനേക്കാളും ലാഭമെന്ന് തോന്നുന്നു കാർ എടുക്കുന്നത്. പലരും പറഞ്ഞു കേട്ട അറിവാട്ടോ, എനിക്ക് ശരിക്കും അറിയത്തില്ല. പിന്നെ ഇങ്ങോട്ട് കയറി പോരുന്നവർ വീട്ടിൽ വെച്ചിട്ട് വരേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. നാണം, ഉളുപ്പ്, പിന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ചോദിക്കാനുള്ള മടി, ഇതെല്ലാം വീട്ടിൽ വെച്ചിട്ട് പോരുക. കാരണം നമുക്കിവിടെ പാട്ടം കയറണമെങ്കിൽ ഓരോ കടയിൽ കയറി തെണ്ടി നടക്കണം. അല്ലാതെ നമുക്കാരും ഇങ്ങോട്ട് കൊണ്ടേ തരികയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരിക്കലും കൂട്ടം കൂടി പാട്ടയം അന്വേഷിക്കാൻ പോകരുത്. കാരണം എപ്പോൾ പോയാലും ഒറ്റക്കൊറ്റയ്ക്ക് പോവുക. അങ്ങനെ പോയാലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. കൂട്ടം കൂടി പോയാൽ എല്ലാവരും കൂടി ചെല്ലുമ്പോഴത്തേനും ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ഓടിച്ചു വിടുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇല്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അണ്ടർഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടാപ്പ് ചെയ്ത് അകത്ത് കയറി ട്രെയിൻ വന്നില്ലെന്ന് നോക്കി അതിൻ്റെ അകത്ത് കയറിയിരിക്കാം. അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ട്രെയിനിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലാണ് നിർത്തണമെങ്കിൽ നാളെ ആ പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം എനിക്ക് മാറിപ്പോയില്ല ഏതാ കയറേണ്ടതെന്ന് വെച്ച്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഈ ട്രെയിൻ എടുക്കുന്നിരിക്കുന്നത്. ട്രെയിൻ്റെ ആകെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചില സമയത്ത് ഈ ട്രെയിൻ നിറച്ചു വളരിക്കും, ചില സമയത്ത് ഒട്ടും വളയല്ല. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ വളരെയധികം ആൾ കുറവാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കണം. പിന്നെ ഇവിടെ വരുന്നത് കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ. അപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ സ്കാമിലൊന്നും കയറി പെടാതെ നോക്കുക. കാരണം ഫീസ് അടച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും നമ്മുടെ നിന്ന് പൈസയൊക്കെ മേടിക്കും. അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അല്ലെങ്കിൽ മേടിക്കാൻ പോകരുത്. കയ്യിരിക്കുന്ന പൈസ പോകുമെന്നല്ലാതെ വേറൊരു ഗുണം കാണിയല്ല. പോയി കഴിഞ്ഞ് പിന്നെ അയ്യോ ഭാവിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇവിടെ വരുന്നവർക്ക് എന്തായാലും സ്വന്തം നാടും വീടും ഒക്കെ മിസ് ചെയ്യും. അപ്പം ഞാൻ കാണിച്ച പോലെ വീട്ടിലെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് പോരുക. എന്നിട്ട് എപ്പോൾ മിസ് ചെയ്യുന്ന തോന്നുന്നു അന്നേരം ക്യാമറ തുറന്ന് നോക്കുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ചാടിപ്പോകാൻ പറ്റില്ല. കാരണം ഇത്രയും പൈസ മുടക്കി വരുന്നതാണ്, ഒരിക്കലും പോകാൻ പറ്റില്ല. പണ്ടൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് UK കയറി വരുന്ന പിള്ളേർ. എന്നാൽ ഇപ്പോൾ വരുന്ന 90% ആൾക്കാർക്കും വിദ്യാഭ്യാസമല്ല വേണ്ടത്. അവർക്ക് എങ്ങനെയും UK വന്ന് എത്തിയാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്താ കാരണം സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, നാട്ടിലെ തൊഴിലില്ലായ്മ. അവിടെ എല്ലാവരും കയറി വന്ന് ഇപ്പോൾ ഇവിടെയും തൊഴിലില്ല. അതിൻ്റെ മുന്നോടിയായിട്ടാണ് UK ഗവൺമെൻറ് സ്റ്റുഡൻസിട്ടും എല്ലാം കിട്ടും ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുന്ന പോലെ പല നിയമങ്ങൾ പുറത്തിറക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് സ്റ്റുഡൻസ് ഇവിടെ വരുന്നവർ നിങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ നാട്ടിലേക്ക് പോവുക. മനസ്സിലായില്ല അല്ലയോ? പറഞ്ഞു തരാം. ഒരു പാർട്ട് ടൈം ഒക്കെ കിട്ടി കുറച്ച് കാശോ കയ്യിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും, കാരണം നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല, കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. തോന്നിയ രീതി നടക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുക. അല്ലാതെ UK കൊണ്ട് നടക്കാൻ പെണ്ണ് വേണം, ആണായാലും പെണ്ണായാലും എന്ന് പറഞ്ഞ് ആണിനെ വിളക്കാനും പെണ്ണിനെ വിളക്കാനും പോയാൽ കയ്യിരിക്കുന്ന കാശ് അവന്മാരെ അടിച്ചോട്ടും. ഇതെനിക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും പറയുന്ന
ആവശ്യമുള്ളൊരു തീരുമാനം എടുക്കുക, അല്ലാത്തൊരു തള്ളിക്കളയുക, അല്ലാതെ ഇതിൻ്റെ അടി ഒന്നും കമ്പ്ലീറ്റ് കാര്യമില്ല. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബാക്കി നമുക്ക് വേറെ എപ്പോഴെങ്കിലും കാണാം. പൈസ ഷാരോൺ സൈനിങ് ഓഫ്. ബൈ.